ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇഷു ആൻഡ് ശിവ വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഒരു കഥ പറയാൻ പോവുകയാണ്. കുട്ടിപ്പുര. നമുക്ക് തുടങ്ങാം. കുട്ടിപ്പുര. 6 വയസ്സിൽ സാവിത്രിക്കുട്ടി അച്ഛനെ കൈപിടിച്ച് വലിച്ച് ഉമ്മറത്ത് കൊണ്ടുവന്നു. പറയൂ അച്ഛ പറയൂ. അച്ഛൻ ഉമ്മറത്തെ ചാരു വസയിലിരുന്നു. സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തിരുന്നു. വേലു, അച്ഛൻ ആരംഭിച്ചു. ഇതാ ഈ കുട്ടിക്കൊരു വാശി. ഒരു കുട്ടിപ്പുര പണിയണോ അത്രേ. കുട്ടിപ്പുര മാത്രം പോരാ, അതിൽ ആൾക്കാരും വേണം. അവൾ കൂട്ടിച്ചേർത്തു. ആണുങ്ങളോ പെണ്ണുങ്ങളോ? വേലുവിന് സംശയമുണ്ടായി. പെണ്ണുങ്ങളോ? ഒക്കെ പെണ്ണുങ്ങള്. പിന്നെ അച്ഛനും അമ്മയും. ശരി, വേലു സമ്മതിച്ചു. എന്നേക്ക് പണി തീരും. സാവിത്രിക്കുട്ടി അപ്പോഴേക്കും ധൃതിയായി. ഒരാഴ്ച, 6ൽ 10 ദിവസം. വേലു വാനത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, പെരും മഴയാണ് വരുന്നത്. ഈ മഴക്കാലത്ത് മറ്റു പണികളൊന്നും ഉണ്ടാവില്ല. ഈ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് നന്നായി. സാവിത്രിക്കുട്ടി അന്ന് രാത്രി ഉറങ്ങിയില്ല. വരാന്തയിൽ 2 കിടപ്പാറകളും കുളിമുറിയും ഊണുമുറിയും അടുക്കളയും കലപറികളുള്ള സുന്ദരമായ ഒരു കുട്ടിപ്പുര കണ്ണുമിടിച്ച് കിടന്നുകൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു. അവൾ തോർത്ത് മുണ്ടെടുത്ത് സാരിയായി ധരിച്ചു. ആ കുട്ടിപ്പുരയിൽ സങ്കൽപ്പായി സ്വന്തം കിടപ്പറയിൽ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും നടന്നു. പിറ്റേന്ന് രാവിലെ സാവിത്രിക്കുട്ടി വേലുവിന് കാത്തിരുന്നു. അയാൾ വന്നില്ല. അതിന് പിറ്റേന്നും വന്നില്ല. സാവിത്രിക്കുട്ടി അച്ഛനോട് പരാതി പറഞ്ഞു. വീണ്ടും ഒരു 10 ദിവസം. വേലുവിനുണ്ടോ ഒരു വീടും കൂടി? എവിടെ ചെന്നിട്ട് അയാൾ കണ്ടുപിടിക്കും? സാവിത്രിക്കുട്ടി ഉപേക്ഷിച്ചപ്പോൾ വേലക്കാരൻ നാണു കൈ മലർത്തി. വീണ്ടും ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ വേലു വന്നത് ഒരു വലിയ ഉന്തുവണ്ടിയുമായിട്ടാണ്. അതിൽ കുറെ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി. അയാൾ അത് കൂട്ടിച്ചേർത്തു. ഒരു കുട്ടിപ്പുര സാവിത്രിക്കുട്ടിക്ക് പാടിന് കൊടുത്തു. തെറ്റി. വീണ്ടും ഒരു 10 ദിവസം കൂടി കഴിഞ്ഞാൽ വേലു വന്നത് ഒരു വലിയ ഉന്തുവണ്ടിയുമായിട്ടാണ്. അതിൽ കുറെ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി. അയാൾ അത് കൂട്ടിച്ചെടുത്തു. ഒരു കുട്ടിപ്പുര സാവിത്രിക്കുട്ടി അന്നം വിട്ടു നിന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.